So dear students, we are starting the next part of this chapter, structural organization in animals. So first we can see the connective tissue. Connective tissue. What is a connective tissue? It links and supports other tissues and organs. Connective tissue എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ. അത് മറ്റ് ടിഷ്യൂസിനെയും ഓർഗൻസിനെയും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു കണക്റ്റീവ് ടിഷ്യൂ. മോസ്റ്റ് എബണ്ടൻറ്റ് ഇൻ കോംപ്ലക്സ് അനിമൽസ്, ഹയർ ഓർഗാനിസംസ്, നമ്മൾ പോലുള്ള ഹയർ ഓർഗാനിസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓൾ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ബ്ലഡ് ഹാവ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. പുതിയൊരു സെല്ലിൻ്റെ ടേം പഠിക്കുകയാണ് നമ്മൾ. ബ്ലഡ് ഒഴികെ, ബ്ലഡ് ഈസ് ഓൾസോ എ കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡ് ആണല്ലോ നമ്മുടെ ബോഡി ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത്. സോ എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും, ബ്ലഡ് ഒഴികെയുള്ള എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്? ദേ സെക്രീറ്റ് ഫൈബ്രസ് പ്രോട്ടീൻസ് കോൾഡ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. രണ്ട് പ്രോട്ടീൻസിനെ സെക്രീറ്റ് ചെയ്യും. ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ് കൊളാജനും ഇലാസ്റ്റിനും. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദീസ് പ്രോട്ടീൻസ്? ദേ ഗിവ് സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ഒരു നേച്ചർ ഉണ്ട്, ഇലാസ്റ്റിക്കിന്റെ നേച്ചർ തന്നെയാണത്. ഫ്ലെക്സിബിലിറ്റി, ഒന്ന് വളയാനൊക്കെയുള്ള ഒരു റിജിഡ് അല്ല എന്ന് മാത്രം. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസും, സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, കണക്റ്റീവ് ടിഷ്യൂസിന് ഈ മൂന്ന് പ്രോപ്പർട്ടീസും നൽകുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ എന്ന പ്രോട്ടീൻസ് ആണ്. ദ സെൽസ് ഓൾസോ സെക്രീറ്റ് മോഡിഫൈഡ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പോളിസാക്കറൈഡ്സും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് അക്യുമുലേറ്റ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഈ ഫൈബേഴ്സിൻ്റെയും സെൽസിൻ്റെയും ഇടയിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും, അടിഞ്ഞുകൂടി കിടക്കും. സോ കണക്റ്റീവ് ടിഷ്യൂൻ്റെ ഒരു ബേസിക് ഫാക്ട്സ് നമ്മൾ കണ്ടു. ദെൻ ദർ ആർ 3 types of connective tissues: loose connective tissue, dense connective tissue and specialized connective tissue. Loose connective tissueന്റെ 2 examples ആണ് areolar tissue and adipose tissue. And dense connective tissue is divided into dense regular and dense irregular. Specialized connective tissuesൽ വരുന്നത് cartilage, bone, blood, മൂന്നെണ്ണമാണ്. ആദ്യത്തെ ലൈനിൽ കാണുന്ന ഡയഗ്രാംസ് അരിയോളർ ടിഷ്യൂൻ്റെയാണ്. സെക്കൻഡ് ഡെൻസ് റെഗുലർ. റെഗുലർ എന്ന് പറഞ്ഞാൽ റെഗുലർ പാറ്റേൺ ആയിരിക്കും. ഇത് ഇറഗുലർ ആണ്. ദെൻ കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്, ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സോ 3 types of connective tissues. So first we can see what is a loose connective tissue. In this cells, നമ്മൾ പറഞ്ഞു ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, കൂടാതെ മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്, ഇതൊക്കെ ആ ടിഷ്യൂസിൽ പ്രസന്റ് ആണ്. In this, cells and fibers are loosely arranged in a semi-fluid matrix. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാനുള്ള കാരണം ഈ ടിഷ്യൂവിൽ സെൽസും ഫൈബേഴ്സും ലൂസ്ലി ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് 2 types, എരിയോളർ ടിഷ്യൂ ആൻഡ് എഡിപ്പോസ് ടിഷ്യൂ. ഇനി വേർ വി ക്യാൻ സീ ദ എരിയോളർ ടിഷ്യൂ. ഇറ്റ് ഈസ് സീൻ ബെനീത്ത് ഓർ പ്രസന്റ് ബെനീത്ത് ദ സ്കിൻ. സ്കിന്നിന്റെ അടിയിലാണ് കാണുക. ഇറ്റ് സെർവ്സ് ആസ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആദ്യം കണ്ടു. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് ഒരു സപ്പോർട്ടായിട്ടാണ് അരിയോളർ ടിഷ്യൂ ആക്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് അരിയോളർ ടിഷ്യൂ. അല്ലെ, കൊളാജിൻ ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്. ഇതൊക്കെ ടിഷ്യൂസിലുള്ള സെൽസ് ആണ്. ദ നെക്സ്റ്റ് ഈസ് എഡിപ്പോസ് ടിഷ്യൂ, സീൻ മെയിൻലി ബെനീത്ത് ദ സ്കിൻ. ഇതും സ്കിന്നിന്റെ അടിയിലാണ് കാണുക. ബട്ട് ദർ ഇസ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ ഫോർ ദിസ് ടിഷ്യൂ. എന്താണ്? ഇറ്റ് സെൽസ്, അതിന്റെ സെൽസിനെ എഡിപ്പോസൈറ്റ്സ് എന്ന് പറയാം. എഡിപ്പോസ് ടിഷ്യൂസിന്റെ സെൽസിനെ എഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നു. ആൻഡ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ സെൽസ്? ഇറ്റ് സ്റ്റോർ ഫാറ്റ്സ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സ്കിന്നിന്റെ അടിയിൽ കാണുന്ന ടിഷ്യൂ ആണ് എഡിപ്പോസ് ടിഷ്യൂ. സോ എക്സസ് ഫാറ്റ് വരുമ്പോൾ, എക്സസ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഫാറ്റ്സ് ആൻഡ് ഇറ്റ്സ് സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ. അതുകൊണ്ടാണ് സ്കിന്നിന്റെ അടിയിൽ വണ്ണം കൂടിയ ആളുകളുടെ സ്കിന്നിന്റെ അവിടെയൊക്കെ ഭയങ്കര സ്മൂത്ത് ഫീലിംഗ് വരാനുള്ള കാരണം. ദറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ ദിസ് ടിഷ്യൂ, എഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ എരിയോളർ ടിഷ്യൂം എഡിപ്പോസ് ടിഷ്യൂം രണ്ടും സ്കിന്നിന്റെ അടിയിൽ കാണുന്നു. ബട്ട് ദ പെക്യുലാരിറ്റി ഓഫ് എഡിപ്പോസ് ടിഷ്യൂ എന്താണ്? ഇറ്റ് സ്റ്റോർ ഫാറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡെൻസ് ആണ്, തിക്കായിട്ട്, സ്പേസ് ഒന്നും ഇല്ലാതെ ഭയങ്കര ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ടിഷ്യൂ ആണ്. സെൽസ് ഒക്കെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്.
വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. 2 types of dense connective tissue. ഫസ്റ്റ് കണ്ടാൽ നമുക്ക് ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് റെഗുലർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇതൊരു ഇറഗുലർ ആണ്. സോ ദിസ് ഇസ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഡയഗ്രാം വന്നിട്ട് ടിഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇറ്റ് ഷോ റെഗുലർ പാറ്റേൺ ഓഫ് ഫൈബേഴ്സ് അല്ലെ, ഒരു റെഗുലാരിറ്റി ഉണ്ട്, റെഗുലർ ആയിട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ റോസ് ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. കണ്ടോ ഇടയിൽ വയലറ്റ് കളറിൽ കാണുന്നത് ഇറ്റ് ഈസ് കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ഫൈബേഴ്സ് ഓരോ റോയിൽ കാണുന്നു, ബിറ്റ്വീൻ ദ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സിന്റെ ഇടയിലാണ് കാണുക. എക്സാമ്പിൾ ഫോർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. ഇനി എന്താണ് ടെൻഡൻ? അറ്റാച്ച് സ്കെലിറ്റൽ മസിൽ ടു ബോൺസ്. മസിലിനെ ബോണായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ടെൻഡൻ. ലിഗമെന്റ്സ് ആണെങ്കിലോ അറ്റാച്ച് വൺ ബോൺ ടു അനദർ. രണ്ട് ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് ലിഗമെന്റ്സ്. മസിലും ബോണും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ടെൻഡൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാധാരണ നിങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന കുട്ടികളിൽ കാണാം പലപ്പോഴും ലിഗമെന്റ്സ് ടയറായി, ചിലപ്പോൾ കാലിനൊക്കെ സ്പ്രെയിൻ വരുമ്പോൾ ലിഗമെന്റ്സ് ടയറായി, കാല് കുറച്ചാൽ അനക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ രണ്ട് ബോണുകളും തമ്മിലുള്ള ആ കണക്ഷൻ ആണ് ലിഗമെന്റ്. ആ ലിഗമെന്റിനാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ പെട്ടെന്ന് അത് റിക്കവേർഡ് ആവും. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മസിലിനെ ബോണായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. നൗ വി ക്യാൻ സി ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അതിലെന്താ ഇറഗുലർ പാറ്റേൺ ആണ്. പാറ്റേണിലാണ് ഫൈബ്രോബ്ലാസ്റ്റും ഫൈബേഴ്സും അറേഞ്ച് ചെയ്യണേ. മോസ്റ്റ്ലി കൊളാജൻ ആണ് പ്രസന്റ് ഇൻ സ്കിൻ. സ്കിന്നിലാണ് സാധാരണ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ കാണുന്നത്. കണ്ടറിയ ഇറഗുലർ പാറ്റേൺ ആണത്. ദെൻ now we can see the third type of connective tissue, specialized connective tissue. അതിൽ ഫസ്റ്റ് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്, മൂന്നെണ്ണമാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ നേരത്തെ കണ്ടു. അതിൽ കാർട്ടിലേജ് നമുക്ക് കാണാം. ഇൻ ദിസ് intercellular material is solid and pliable due to chondroitin salts and resist compression. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ബോൺ, കാർട്ടിലേജ് കുറച്ചുകൂടി പ്ലയബിൾ ആണ്, അതായത് ഒന്ന് ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് കോൺഡ്രോയിറ്റിൻ സോൾട്ട്സ്. ഇനി കാർട്ടിലേജിലെ സെൽസിനെ പറയുന്ന പേരാണ് കോൺട്രോസൈറ്റ്സ്. ദേ ആർ എൻക്ലോസ്ഡ് ഇൻ സ്മോൾ കാവിറ്റീസ് വിത്തിൻ ദ മാട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം. മാട്രിക്സിലാണ് കാണുക. ഈ കാർട്ടിലേജ് സെൽസ് കാണുന്നത് എവിടെയാ? ചെറിയ ചെറിയ കാവിറ്റീസിൽ. ഈ കാർട്ടിലേജ് സെൽസ് ആ കാവിറ്റീസിൽ ഇന്റർസെല്ലുലർ മാട്രിക്സ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജസ് ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൾട്ട്സ്. അപ്പോൾ ആദ്യമൊക്കെ എംബ്രിയോസിൽ കാർട്ടിലേജ് ആണെങ്കിലും വെർട്ടിബ്രേറ്റിന്റെ കേസിൽ കുറേ കഴിയുമ്പോൾ ഈ കാർട്ടിലേജിനെ ബോണ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കാർട്ടിലേജസ് പിന്നെ ബോണായിട്ട് മാറും. നമ്മുടെയൊക്കെ കേസിൽ അങ്ങനെയാണ്. കാർട്ടിലേജ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ കാണാം? നിങ്ങൾക്കറിയാം, എവിടെയൊക്കെയാണോ ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ കാർട്ടിലേജ് ആയിരിക്കും. പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് നോസ്, ഔട്ടർ ഇയർ, പിന്ന എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്. ജോയിന്റ്സ് ഇൻ വെർട്ടിബ്രൽ കോളം, അതുകൊണ്ടാണ് നമുക്ക് വളയാനും ചെരിയാനൊക്കെ പറ്റുന്നത്. വെർട്ടിബ്രൽ കോളത്തിന്റെ ഇടയിലുള്ള ജോയിന്റ്സ് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ലിംസ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൾട്ട്സ്, കൈയും കാലൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എല്ലാ ഭാഗം മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ബോൺ ആയിരിക്കും. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമുക്ക് കൈയിൻ്റെ ഒക്കെ റിസ്റ്റ് ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കാർട്ടിലേജ് ആണ്. അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാർട്ടിലേജ് കാണുക. കാർട്ടിലേജ് സെൽസിനെ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നു. ഇനി കാർട്ടിലേജിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കോൺഡ്രോയിറ്റിൻ സോൾട്ട്സ്. നെക്സ്റ്റ് ഈസ് ബോൺ. അപ്പോൾ കാർട്ടിലേജ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ മാട്രിക്സ് റിച്ച് ഇൻ കാൽസ്യം സോൾട്ട്സ്. ഇവിടെ ഏത് സോൾട്ട്സ് ആണ്? അവിടെ കോൺട്രോയിറ്റിൻ സോൾട്ട്സ് ആണെങ്കിൽ ഇവിടെ കാൽസ്യം സോൾട്ട്സ് ആണ് മാട്രിക്സിൽ കൂടുതൽ കാണുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാർഡായിരിക്കും, നോൺ പ്ലയബിൾ ആണ്. ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് വിച്ച് ഗീവ് ബോൺ ഇറ്റ് സ്ട്രെങ്ത്. അപ്പോൾ കാൽസ്യം സോൾട്ട്സും കൊളാജൻ ഫൈബേഴ്സ് ആണ് ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇനി ബോൺ സെൽസിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ആർ സീൻ ഇൻ സ്പേസസ് കോൾഡ് ലാക്യുനെ. ബോൺ സെൽസിന്റെ ഇടയിലുള്ള സ്പേസസിൽ, ചില സ്പേസസ്, ലാക്യുനെ എന്ന് പറഞ്ഞ സ്പേസസിലാണ് ബോൺ സെൽസ് അല്ലെങ്കിൽ ഓസ്റ്റിയോസൈറ്റ്സ് കാണുന്നത്. And what is the function of bone? It provides structural frame to body. അല്ലേ, ബോഡിക്ക് മസിൽസ് മാത്രമേ സ്ട്രക്ചർ ഉണ്ടാവില്ല. ഒരു സ്ട്രക്ചറൽ ഫ്രെയിം ബോഡിക്ക് കൊടുക്കുന്നത് ബോൺ ആണ്, സ്കെലിറ്റൽ സിസ്റ്റം ആണ്. സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. നമ്മുടെ ബോഡിയിലെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സ്കെലിറ്റൺ ആണ്, ഈ ബോൺ ആണ്.
limb bonds serve weight bearing functions. നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് ബെയർ ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് അത് എടുക്കുന്നത് limb bonds ആണ്, കാലുകളിലെ ബോൺസ് ആണ്. Then what is its other major function? Take part in locomotion and movements. മൂവ് ചെയ്യാനും ലോക്കോമോഷനും മൂവ്മെന്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലോക്കോമോഷൻ മീൻസ് മൂവ്മെന്റ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ചേഞ്ച് ഓഫ് പ്ലേസ് ചേഞ്ച് ചെയ്താലാണ് ലോക്കോമോഷൻ ആവുള്ളൂ. അല്ലാത്ത എല്ലാ മൂവ്മെന്റ്സും കയ്യാനൊക്കെ കാലാനൊക്കെ എന്നുള്ളതൊക്കെ മൂവ്മെന്റ്സ് മാത്രമേ പറയുള്ളൂ. സോ വെൻ ദർ ഇസ് എ ചേഞ്ച് ഓഫ് പ്ലേസ്, അങ്ങനെ മൂവ്മെന്റിനെ ലോക്കോമോഷൻ എന്ന് പറയും. ബ്ലഡ് സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. അപ്പൊ ബോൺ മാരോ, മജ്ജ എന്ന് പറയും, മജ്ജയിലാണ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത്. അപ്പൊ ബോൺ മാരോയില് ബ്ലഡ് സെൽസ് ഉണ്ടാക്കപ്പെടുന്നു. So next specialized connective tissue is blood. Fluid connective tissue ആണ് blood. നിങ്ങൾക്ക് അറിയാം, it contain plasma, red blood cells and white blood cells and platelets. ഇതൊക്കെയാണ് ബ്ലഡിന്റെ components. Plasma, RBC, WBC, platelets. What is its function? Helps in circulation of various substances. Respiratory gases, nutrients ഒക്കെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുക. കൂടാതെ ആ ബോഡി പാർട്സിൽ പല മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അതൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഇതെല്ലാം ക്യാരി ചെയ്ത് പുറത്തേക്ക് കൊടുക്കുക. ദാറ്റ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ എന്താണ് മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ടിഷ്യൂ മേഡപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഈ ടിഷ്യൂവിൽ മെയിൻ ആയിട്ട് മസിൽ സെൽസ് അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ആണുള്ളത്. മസിൽ ഫൈബേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് ഫൈൻ മയോഫൈബ്രിൽസ്. ന്യൂമറസ് ഫൈൻ മയോഫൈബ്രിൽസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു മസിൽ ടിഷ്യൂ ആണ്. അതിന് ഒരു പൈപ്പ് പോലെ സാധനം പുറത്തു നിൽക്കുന്നത് മയോഫൈബ്രിൽ. മസിൽ ഫൈബേഴ്സ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. അല്ലെ, മസിലിന് കൺട്രാക്ഷനും പറ്റും റിലാക്സേഷനും പറ്റും. അങ്ങനെയാണ് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നടക്കുക. മസിൽ കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ ബോഡി മൂവ്മെന്റ്സും നടക്കുന്നത്. മസിൽസ് ടേക്ക് പാർട്ട് ഇൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്സ്. അപ്പൊ സ്കെലിറ്റനോടൊപ്പം അല്ലെങ്കിൽ ബോണിനോടൊപ്പം തന്നെ മസിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ ലോക്കോമോഷനും മൂവ്മെന്റ്സിനും സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. മസിൽ ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മയോ ഫൈബ്രിൽസും ഉണ്ട്. Then there are 3 types of muscle tissue. Skeletal tissue തന്നെയാണ് സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്, ബിക്കോസ് സ്ട്രയേഷൻസ് ഉണ്ടാവും. നമ്മൾ നല്ല ഷർട്ടിലൊക്കെ കാണുന്ന കുറേ വരകളില്ലേ, അതുപോലെ സ്ട്രയേഷൻസ് ഉണ്ടാവും. വോളണ്ടറി ആണ് ഇതൊക്കെ കൊണ്ട് they are called as skeletal muscles are called as striated muscle or voluntary muscles. Then second type of muscle tissue is smooth muscle tissue. That is, they are non-striated, means striations absent ആണ്. or visceral, internal organsലാണ് കാണുക, അതുകൊണ്ടാണ് സ്മൂത്ത് മസിൽ എന്ന് പറയാൻ കാരണം. Then third type is cardiac muscles. നമുക്ക് അറിയാം എവിടെ കാണാം, cardiac tissue എന്ന് പറയുന്നത് ഹാർട്ടിലുള്ളതാണ്. cardiac muscles. So there are 3 main types of muscle tissues: skeletal tissue, smooth tissue and cardiac muscle tissue. So first we can see what is a skeletal tissue. പേരിൽ നിന്ന് അറിയാം നമുക്ക് എന്താ. It is attached to or they are attached to bones. ബോൺസിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ടിഷ്യൂ ആണ് skeletal tissue. എക്സാമ്പിൾ നമ്മുടെ ബൈസെപ്സ്. സ്ട്രയേഷൻസ് ആർ പ്രസന്റ്, അതുകൊണ്ട് തന്നെ സ്ട്രയേറ്റഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, സ്ട്രയേഷൻസ് നിങ്ങൾക്ക് കാണാം, ചെക്സ് പോലെ സ്ട്രയേഷൻസ്, സ്ട്രൈപ്സ് പോലെ കാണാം. മസിൽ ഫൈബേഴ്സ് ആർ ബണ്ടിൽ ടുഗദർ ഇൻ പാരലൽ ഫാഷൻ. കണ്ടോ, ഓരോ മസിൽ ഫൈബറും പാരലൽ ഫാഷനിൽ പാരലൽ ലൈൻസ് വരച്ച പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എ ഷീത്ത് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ എൻക്ലോസസ് സെവറൽ ബണ്ടിൽസ് ഓഫ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഒരു ടഫ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഉള്ളിലാണ് ഈ മസിൽ ഫൈബേഴ്സ് എല്ലാം ഒരു ബണ്ടിലായിട്ട് കാണാം. ഇതിൽ പ്രത്യേകത സ്ട്രയേഷൻസ് ഉണ്ട്, മസിൽസ് പാരലൽ ഫാഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദേ ആർ സീൻ അറ്റാച്ച്ഡ് ടു ബോൺസിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് സ്കെൽറ്റൽ മസിൽ ടിഷ്യൂ കാണുക. ദ നെക്സ്റ്റ് ഈസ് സ്മൂത്ത് മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽ ടിഷ്യൂ ആൻഡ് ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്ന് പറയാൻ കാരണം അതിന്റെ ഷേപ്പ് കാരണമാണ്. ഷേപ്പ് നോക്കൂ, സെൽസിന്റെ 2 എൻഡും ടേപ്പേർഡ് ആണ് അല്ലേ. 2 എൻഡും നമ്മൾ എൻഡ് ചെയ്ത് ക്ലോസ് ചെയ്തൊരു 2 അറ്റവും കൂട്ടിമുട്ടിച്ച പോലെ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് ടേപ്പറിംഗ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഫ്യൂസിഫോം ഷേപ്പ് എന്ന് പറയാൻ കാരണം. സ്ട്രയേഷൻസ് കാണാൻ സാധിക്കുന്നില്ലല്ലോ, സോ നോ സ്ട്രയേഷൻസ്, അതുകൊണ്ടാണ് സ്മൂത്ത് എന്ന് പറയുന്നത്. സെൽ ജംഗ്ഷൻസ് ഹോൾഡ് ദം ടുഗദർ ആൻഡ് ദേ ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്. ഇതും ഈ ടിഷ്യൂ ഫൈബേഴ്സും ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിന്റെ ഉള്ളിൽ ബണ്ടിൽ ചെയ്ത് കാണാം. ഇനി മെയിൻലി എവിടെയാണ് ഈ സ്മൂത്ത് മസിൽ ടിഷ്യൂ കാണുക? സീൻ ഇൻ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ. അതുകൊണ്ടാണ് അതിനെ വിസറൽ ടിഷ്യൂ എന്ന് പറയാനുള്ള കാരണം. ഇന്റേണൽ ഓർഗൻസിന്റെ വാളിലാണ് അവർ കാണുക. Then third type of muscle tissue is cardiac muscle tissue.
അത് ഇൻവോളണ്ടറി മസിലാണ്. ഇൻവോളണ്ടറിയും വോളണ്ടറിയും വ്യത്യാസം എന്താ? വോളണ്ടറി നമ്മുടെ കൺട്രോളിലാണ്, ഇൻവോളണ്ടറി നമ്മുടെ കൺട്രോളിലല്ല. ഹാർട്ട് മസിൽസ് മൂവ് ചെയ്യണതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ ഇൻവോളണ്ടറി മസിൽ ടിഷ്യൂ സീൻ ഓൺലി ഇൻ ഹാർട്ട്. ഹാർട്ടിൽ മാത്രമേ കാർഡിയാക് മസിൽ ടിഷ്യൂ കാണുള്ളൂ. സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഓഫ് ദ സെൽസ് ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. അതൊരു പെക്യുലാരിറ്റിയാണ് ടിഷ്യൂന്റെ. കണ്ടോ, മറ്റത് ഓരോ സെൽസും സെപ്പറേറ്റ്, ഫൈബേഴ്സ് സെപ്പറേറ്റ് ആയിരുന്നു. ഇവിടെ സെൽ ജംഗ്ഷൻ ഫ്യൂസ് ചെയ്തിട്ട് അതിനെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്താ കാണുന്നത്. ദെൻ അതുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ഇസ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗം, ഒരു സെല്ല് മറ്റേ സെല്ലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നു. അത് കാർഡിയാക് മസിൽ ടിഷ്യൂവിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് കേട്ടോ. These junctions allow the cells to contract as a unit. അപ്പോൾ സെൽസ് കാർഡിയാക് മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് ആണ്. ദാറ്റ് ഈസ്, അതിന്റെ മീനിങ് എന്താ? വെൻ വൺ സെൽ റിസീവ്സ് എ സിഗ്നൽ ടു കൺട്രാക്ട്, ഇറ്റ്സ് നൈബർ സെൽസ് ഓൾസോ ഗെറ്റ് കൺട്രാക്റ്റഡ്. അതായത് ഒരു സെല്ലിലേക്ക് കൺട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ എത്തിയാൽ മതി, ബാക്കി എല്ലാ സെൽസിലേക്കും പെട്ടെന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സിഗ്നൽ സ്പ്രെഡായി എല്ലാം സെൽസും ഒരുമിച്ച് കൺട്രാക്ട് ആവും. അങ്ങനെ കൺട്രാക്ട് ആയാൽ മാത്രമേ നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് നടക്കുള്ളൂ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കാർഡിയാക് മസിൽ ടിഷ്യൂ ആണ്. അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ഒരു സെല്ലിൽ സിഗ്നൽ, കൺട്രാക്ഷണൽ സിഗ്നൽ കിട്ടിയാൽ മതി, ബാക്കി എല്ലാ സെൽസിലേക്കും പെട്ടെന്ന് സിഗ്നൽ പാസ് ചെയ്ത് എല്ലാ സെൽസും ഒരുമിച്ച് കൺട്രാക്റ്റഡ് ആവും. നെക്സ്റ്റ് ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവ് ടിഷ്യൂ എന്ന് പറയാം. മെയ്ഡ് അപ്പ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂറോണിന്റെ സ്ട്രക്ചർ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? എന്താണ് ന്യൂറൽ ടിഷ്യൂന്റെ ഫംഗ്ഷൻ? റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ബോഡിയുടെ ഫുൾ കൺട്രോള് നെർവസ് സിസ്റ്റത്തിനാണ് അല്ലേ. കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ വേണ്ട മെസ്സേജസ് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, തിരിച്ച് റെസ്പോൺസസ് കൊടുക്കുക, ഇതൊക്കെ ഫുൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത് ന്യൂറൽ ടിഷ്യൂ ആണ്. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ്. ദേ ക്യാരി ഇമ്പൾസസ്. നമ്മുടെ ബോഡിയിലുള്ള സിഗ്നൽസ് ഒക്കെ ക്യാരി ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്ന സെൽസും ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നു. ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ ഹാഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ. അപ്പോൾ ന്യൂറൽ ടിഷ്യൂടെ ഒരു 50% കൂടുതൽ വോളിയം ഉപയോഗിക്കുന്നത്, വോളിയമായിട്ട് കാണുന്നത് ന്യൂറോഗ്ലിയ സെൽസ് ആണ് കേട്ടോ. അപ്പം ന്യൂറോൺസ് നമ്മുടെ ഫുൾ ബോഡിയുടെ കൺട്രോളും കോർഡിനേഷനും ചെയ്യുന്നത് ഈ ന്യൂറൽ ടിഷ്യൂ ആണ്. ദേ ക്യാരി സിഗ്നൽസ് ഓർ ഇമ്പൾസസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ്. അപ്പോൾ ഓൾമോസ്റ്റ് ന്യൂറൽ ടിഷ്യൂവിന്റെ 50% മുകളിലുള്ളത് ന്യൂറോഗ്ലിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു ഓർഗൻ സിസ്റ്റം ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് കാണുക? സെൽസ് ബിൽഡപ്പ് ചെയ്തിട്ട് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു, ടിഷ്യൂസ് കുറേ ജോയിൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യുന്നു, കുറേ ഓർഗൻസ് ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ഓർഗൻ സിസ്റ്റം. എക്സാമ്പിൾ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, ഇതൊക്കെ സിസ്റ്റംസ് ആണ്. ദിസ് ഓർഗനൈസേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ബെറ്റർ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് സെൽസ്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സെൽസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പർലി കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ഫുള്ള് ഓർഗാനിസത്തിന്റെ എല്ലാ ഫംഗ്ഷൻസും നടക്കുള്ളൂ. ആൻ ഓർഗൻ ഈസ് മെയ്ഡ് ഓഫ് 1 or more ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. ഒരു ഓർഗനിൽ ഒന്നിൽ കൂടുതൽ ടിഷ്യൂസ് നമുക്ക് കാണാം. എക്സാമ്പിൾ ഹാർട്ടിൽ എന്ത് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, ഹാർട്ടിന്റെ ലൈനിങ്, പിന്നെ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് ഇല്ലേ, മസ്കുലർ ടിഷ്യൂ ഉണ്ട്, ന്യൂറൽ ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റിലാണ് ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. ഹാർട്ടിന് സിഗ്നൽസ് കൊടുക്കുന്നത് ന്യൂറൽ ടിഷ്യൂ. ആ സിഗ്നൽ കിട്ടിയ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ സഹായിക്കുന്നതാണ് മസ്കുലർ ടിഷ്യൂ. ആൻഡ് അത് കണക്ട് ചെയ്യുന്നത് ഓരോ മസ്കുലർ ടിഷ്യൂസിനെ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ. അതിൻ്റെ പുറത്തെ ലൈനിങ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പം അങ്ങനെ എല്ലാ ടിഷ്യൂസും ഒരു ഓർഗൻ എല്ലാ ടിഷ്യൂസ് കൊണ്ടും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഹിയർ കംസ് ദ എൻഡ് ഓഫ് ദ ടിഷ്യൂസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്.